ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അയലാൻ എന്ന് പറഞ്ഞ സിനിമയുടെ ടീസർ വലിയ കുഴപ്പമില്ലാന്ന് തോന്നിയിരുന്നു. വലിയ സംഭവമായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു. അതിനുശേഷം എന്റെ അപ്ഡേറ്റ് വന്നപ്പോഴൊന്നും വലിയൊരു സംഭവമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ എന്താ വെച്ചാൽ ശിവകാർത്തികേയന്റെ സിനിമയാണ്. പിന്നെ ഒരു പുതിയൊരു ഒരു ഒരു സംഭവം, അതായത് കുറച്ച് രസമായിട്ട്, എന്താ പറയാ, ഒരു സൈഫൈ കോമഡി എന്റർടൈനിങ് പരിപാടി ആയതുകൊണ്ട് തന്നെ പ്രതീക്ഷ ഉണ്ട് എന്നുള്ളത് പറയാം. എന്തായാലും നമുക്ക് അതിന്റെ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ ഏകദേശം കാര്യങ്ങൾ പിടികിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് വിചാരിക്കുന്നത്. സോ ലെറ്റ്സ് വാച്ച്. റെഡി. இந்த மண்ணு புழு பூச்சிக்கு சேர்த்துட்டேன்னு அப்பா சொன்னதை நான் எப்பவுமே நம்புறேன். புழு பூச்சிக்கெல்லாம் பாவ முடிய பார்த்தா வெள்ளாம பண்ண முடியுமா? இந்த பூமியிலேயே இந்த கற்பனைக்கு எட்டாத அளவு ஒரு சக்தி வாய்ந்த பொருள் மனுஷனோட கிரியேஷன் இல்ல, gift of nature. Definitely not an earth-based life form. It's an alien. Yeah. Hi. Down to the கட்டட வேலை பார்க்க வந்து பிஆர் பஸ் கூட பாஷ் தெரியாம பேசிட்டு வந்துட்டு ஏலியன் பிளேன் கதை விடுறியா? இந்த பேரை சொல்லி கூப்பிடாது, எனக்கு பிடிக்காது. என்னடா இது பீச்சில் வாங்க லப்பர் போங்க. அமெரிக்கா வலிக்குதுடா வருவீங்க. இப்ப என்னடா எங்க ஊர் அழிக்க வந்திருக்கீங்க? மனுஷனுக்கு வேணா பூமி மேல அக்கறை இல்லாம இருக்கலாம். நாம அதை காப்பாத்தாம விட்டோம்னா பெரிய ஆபத்தா வந்து எப்பவுமே நடக்காத, நடக்கவும் விட மாட்டேன். செஞ்சு முடிக்கணும். ஆனா அது என்னோட வேலை. யாரா ஏலியன்? நீ ஏலியன், உங்க அப்பா ஏலியன், உங்க ஆத்தா ஏலியன். ஏலியன் சொன்ன மனுஷனா மாறிடும், பாத்துக்கோ. വോയിസ് കാർത്തി അല്ല, കാർത്തി അല്ല, മറ്റേ സിദ്ധാർത്ഥിന്റെയാണ് വോയിസ് കേട്ടോ. സോ സാധനം കിഡിലായിട്ടോ, സത്യം പറയാലോ. ഞാൻ ഇങ്ങനെയൊക്കെ ഇതിലുണ്ടാവും വിചാരിച്ചില്ല. ഞാൻ ഇതിന്റെ ടീച്ചർ കണ്ടപ്പോഴും അല്ലെങ്കിൽ ഇതിലെ സോങ് കണ്ടപ്പോഴും അതൊരു ഒരു ഏലിയൻ ഒരു സാധാരണക്കാരന്റെ അടുത്തേക്ക് വരുന്നു, അവിടെ ഉണ്ടാവുന്ന അവർ തമ്മിലുള്ള കുറച്ച് കോമഡി അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ ഇത് തുടക്കത്തിൽ കാണിക്കുന്ന വിഷ്വൽസ് ഒക്കെ അടിപൊളി വിഷ്വൽസ് ആണ്. ആ കാട്ടിൽ കുറെ ആന വരുന്നതാണെങ്കിലും കുറെ പട്ടാമ്പൂച്ചികളുടെ നമ്മുടെ പുൽച്ചാടികളും സംഭവങ്ങളും അങ്ങനത്തെ പരിപാടിയും, ഗ്രാസ് ഹോപ്പർ, ഓക്കെ, അതും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ VFX ചെയ്തിരിക്കുന്നതും അത്യാവശ്യം കൊള്ളാൻ തോന്നുന്നു. നമ്മുടെ ഒരു ബജറ്റ് ഉണ്ടല്ലോ, ഇതിന്റെ അത്ര ബജറ്റ് എനിക്ക് അറിയില്ല, പക്ഷെ അതൊക്കെ നന്നായിട്ടുണ്ട്. ആ വില്ലന്റെ ആ ഒരു സാമ്രാജ്യവും ആ ഫൈറ്റ് നടക്കുന്ന കുറെ സംഭവങ്ങളും അതൊക്കെ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഏലിയനെ ഒരു കുറച്ചൊരു എന്താ പറയുക, ഒരു ആനിമേഷൻ സംഭവം പോലെ അങ്ങോട്ട് ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ളൂ. നമ്മൾ ഹോളിവുഡിലൊക്കെ കാണുന്ന രീതിയിൽ അങ്ങനത്തെ പരിപാടി ഒന്നും അല്ലാതെ ഒരു നമ്മൾ വരച്ചു വെച്ചൊരു ഈ മുപ്പരനെ പറയുന്ന പോലെ, അതായത് ശിവകാർത്തികൻ അമ്മയോട് പറയുന്ന പോലെ, നമ്മൾ ബീച്ചിൽ വാങ്ങിയ ബൊമ്മയെന്ന് പറയുന്ന പോലെ ആ രീതിയിൽ ഉണ്ടാക്കിയ ഒരു സംഭവം. അതൊഴിച്ചു നിർത്തിയാൽ അത് മോശമാണ് എന്നല്ല പറയുന്നത്. നമ്മൾ ഇപ്പോ ഫാന്റസി മൂവീസിലൊക്കെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് ഹോളിവുഡിൽ തന്നെ. സോ അത് നമ്മളത് കാണുമ്പോൾ പക്ഷെ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിൽ സംസാരിക്കുന്നുണ്ടെന്നോ അങ്ങനെ നമ്മൾ വിചാരിക്കില്ല. പക്ഷെ ഇത് കുറെ ബോംബ് എന്തൊക്കെയോ പരിപാടികൾ, അതൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ശരിക്കും ഇയാളുടെ ജീവിതത്തിൽ അതുകൊണ്ട് ഉണ്ടാകുന്ന ചില ചെറിയ 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 പ്രശ്നങ്ങളും, അഫ്കോഴ്സ് ഒരു ഏലിയൻ വരുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന കാര്യങ്ങളും, ആ സാഹചര്യത്തിൽ ഒരു ഏലിയൻ വരുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ ഇങ്ങനൊരു ഒരു വില്ലനും അവരുടെ വലിയൊരു സംഭവങ്ങളൊക്കെ ഇതിന്റെ പിറകിൽ ഉണ്ടാവുന്നുള്ളൂ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. സോ എന്തോ ഒരു വലിയ സംഭവമാണ് ഇവർ തരാൻ പോകുന്നുള്ളൊരു ഫീല് ഇപ്പൊ ഇത് കാണുമ്പോൾ തോന്നുന്നുണ്ട്. അപ്പോ പിന്നെ ഏലിയന് വോയിസ് കൊടുത്തിരിക്കുന്നത് സിദ്ധാർത്ഥാണ്. സിദ്ധാർത്ഥിന്റെ വോയിസ് അടിപൊളിയാണ് ഓൾറെഡി. അപ്പോ ഏലിയൻ കപ്പ ആത്താന്നൊക്കെ പറഞ്ഞൊക്കെ നമുക്ക് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്.
സോ നല്ല കോമഡി സംഭവങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ടീച്ചറിലൊക്കെ കാണുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അത് ഫീൽ ചെയ്യുന്നുണ്ട്. സോ കോമഡി പരിപാടികളൊക്കെ ഒരുപാട് ഉണ്ടാവും. ഇപ്പൊ ഇതിൽ പറഞ്ഞ പോലെ പൊതുവെ നിങ്ങൾ അമേരിക്കയിലേക്കല്ലേ വരാനുള്ളൂ, ഇപ്പൊ എന്തിനാണ് ഞങ്ങളുടെ നാട്ടിൽ വന്നൊക്കെ ചോദിക്കുന്ന ചോദ്യവും അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നല്ല രസമുണ്ടാവും. പിന്നെ ശിവകാർത്തികനാണ് അത് പ്രസന്റ് ചെയ്യുന്നതിൽ പ്രത്യേക ഒരു കഴിവുള്ള ആളും കൂടിയാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് എന്തോ ഒരു എന്തോ ഒരു സംഭവം ഒരു കുക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് പൊങ്കലിന് കാണാം. സോ ശരിക്കും ഇത് ഒരു സസ്പെൻസ് ആയിരുന്നോ അതോ ഒരു സസ്പെൻസ് തന്നെയാണല്ലേ ശരിക്കും? കാരണം അത് സർപ്രൈസ് ആണ് അല്ലെ? ഇത് കണ്ടപ്പോൾ ഞാൻ സർപ്രൈസ്ഡ് ആയി, അതാണ് കറക്റ്റ് വേർഡ്. കാരണം ഇങ്ങനത്തെ സംഭവങ്ങൾ ഇതിലുണ്ടാവും ഞാൻ വിചാരിച്ചില്ല. ഞാൻ ആ ടീസർ വെച്ച ഒരു ഏകദേശ കാൽക്കുലേഷനിൽ അത്തരത്തിലൊരു സാധനമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഈ ട്രെയിലർ കണ്ടത്. പക്ഷെ ഇത് കൊള്ളാം. ഇത് നമ്മൾ പ്രതീക്ഷയ്ക്ക് വകയുള്ള സിനിമയാണ്. എന്തോ ഒരു ഫാന്റസിയിൽ തന്നെ ഒരു സൈഫൈ കോമഡി എന്റർടൈനർ എന്നുള്ളതിനപ്പുറത്തേക്ക് കുറച്ചും കൂടെ കൂടുതൽ എന്തൊക്കെയോ കുറച്ച് മിസ്റ്ററിങ് പരിപാടികളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എനിവേ കൊള്ളാം, കാത്തിരിക്കാനുള്ള സാധനം ഉണ്ട്. പൊങ്കലിനാണ് റിലീസ്. പൊങ്കലിൽ ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. ആ ഒരു അടുപ്പിച്ച് ക്യാപ്റ്റൻ മില്ലർ, ഈ ഒരു സിനിമ, ഒത്തിരി സിനിമകളുണ്ട്. ഈ ജാനുവരിയിൽ തന്നെ ഒരുപാട് സിനിമകളുണ്ട്, മലയക്കോട്ട വാലിബൻ അടക്കം. സോ ഏതൊക്കെ കാണുന്ന അറിയില്ല, എല്ലാത്തിനും പോയി കാണേണ്ടി വരും. ആ ഡേ മൊത്തം ലീവ് എടുത്തിട്ട്. അത് മാത്രമല്ല 11-ാം തീയതി വരുന്നുണ്ട്, 12-ാം തീയതി വരുന്നുണ്ട്. സോ ഏതൊക്കെ കാണാൻ കഴിയുന്ന അറിയില്ല. മാക്സിമം കഴിയുന്ന എല്ലാ സിനിമകളും കാണുന്നതായിരിക്കും. അതിന്റെ റിവ്യൂ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഇത് തീർച്ചയായിട്ടും ഇതൊരു ലിസ്റ്റിൽ വെച്ച സിനിമയല്ലായിരുന്നു. ബട്ട് ഇതെന്തായാലും ഒന്ന് കാണണം എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ട്രെയിലർ നൈസ്. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പിന്നെ ട്രെയിലർ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് തീർച്ചയായിട്ടും കമന്റ് രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമേ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ, അതോ എന്നെ പോലെ ഇത് കണ്ടപ്പോൾ സർപ്രൈസ്ഡ് ആയോ എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റിൽ മറക്കാതെ രേഖപ്പെടുത്തുക. അത് വീഡിയോ കാണുന്നവരെ.